on stage Mr. Umar Abdusalam, Chief Executive Officer, ADAPT, and he is a tech entrepreneur and influencer with a rich background in the e-learning industry. A big round of applause to our first speaker. Once again, good morning. നേരത്തെ ഇൻഫോർമൽ ആയിരുന്നു, ഇപ്പോൾ ഫോർമൽ ആയതാ. സോ നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ടോപ്പിക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞല്ലോ. ആദ്യം എമേർജിംഗ് മാർക്കറ്റ്സിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡോപ്ഷൻ നമുക്ക് സ്പെയർ ഹെഡ് ചെയ്യാന്നുള്ളതെന്ന് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സാധനം എന്താണെന്നറിയോ? ഞാൻ CID മൂസ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹരിശ്രീ അശോകൻ ഇല്ലേ, അവിടെ ബോംബിൻ്റെ ഇത് കേൾക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അകത്തിരുന്നിട്ട് ഒരു ലോറി വിളിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സീൻ ഓർമ്മയുണ്ടോ? ഇതേ സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI-ൻ്റെ കാര്യത്തിൽ എമേർജിംഗ് മാർക്കറ്റ്സ്. അതായത് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമല്ലോ ചില ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ട്. അതിനെ നമുക്ക് പോസിറ്റീവ്, ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു സ്ഥലമാണ് എമേർജിംഗ് മാർക്കറ്റ്സ്. നമ്മൾ ഡെയിലി ലൈഫിലേക്ക് നോക്കുക, നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റിന് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ റിക്വയർമെൻറ്റുകളിലേക്ക് നോക്കുക. എഡ്യൂക്കേഷൻ, ഭക്ഷണം, നമ്മുടെ ലൈഫിലെ പേഴ്സണലൈസേഷൻ, സിറ്റീസ്, അങ്ങനെ എല്ലാ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വലിയ സ്കോപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്യാപ്പിലൊന്നും ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ChatGPT നോക്കുക, വെസ്റ്റേൺ ഡാറ്റ തരുന്നത്, വെസ്റ്റേൺ കൾച്ചറാണ് തരുന്നത്, വെസ്റ്റേൺ വേ ഓഫ് തിങ്കിങ് ആണ് തരുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലോക്കലൈസ്ഡ് AI അല്ലെങ്കിൽ ലോക്കൽ ഡാറ്റ സെറ്റ്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു AI നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നേറ്റീവ് AI എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ലോകത്ത് ആൾറെഡി ഭയങ്കര ചർച്ചയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് AI കൂടുതൽ ഡൊമിനേറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു കാലത്ത് ഇപ്പോൾ ChatGPT എന്തിലാ അത് ട്രെയിൻഡ് ആയിട്ടുള്ളത് നോക്കുക. വെസ്റ്റേൺ ഐഡിയൽസ്, വെസ്റ്റേൺ കൾച്ചർ, എവറിത്തിങ് വെസ്റ്റേൺ. ഓക്കെ, സോ ഇവൻ ChatGPT-യിൽ മലയാളത്തിൽ മര്യാദക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടാത്തതിന് അഗെയിൻ റീസൺ സിമ്പിൾ ആണ്. ആവശ്യമുള്ള ഡാറ്റ സെറ്റ്സ് മലയാളത്തിലില്ല. ഈവൻ മലയാളികളാണല്ലോ നമ്മൾ. മലയാളത്തിൽ ഈ ടെക്നോളജി വിഷയങ്ങളിൽ എത്രമാത്രം ഓൺലൈനിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിത്തിങ് നമുക്കുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വെസ്റ്റേൺ AI-കളൊക്കെ ഉപയോഗിക്കുമ്പോൾ മിഡ് ജേണിയിൽ നമ്മളൊരു ഇമേജ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡാലിയിൽ എനിത്തിങ് നമ്മൾ ഇന്ത്യൻ ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബയാസുകളൊക്കെ കിട്ടും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ ഈവൻ ഒരു റീജിയണിലുള്ള, ഇപ്പോൾ കേരളത്തിലെ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഇമേജ് മിക്കപ്പോഴും ഒരു മലയാളിയുടെ ലുക്കിലാവില്ല നമുക്ക് ഫീൽ ചെയ്യാം. അതിൻ്റെ റീസൺ സിമ്പിളാണ്, നമുക്ക് ഇനഫ് ഡാറ്റ സെറ്റ്സ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ജനറേറ്റീവ് AI-യുടെ കാലത്തിൽ ഈ എമേർജിംഗ് മാർക്കറ്റ്സിന് നമുക്ക് തീർച്ചയായിട്ടും LLM-കളെ പോലെ തന്നെ നമുക്ക് നമ്മളുടെ നാട്ടിലെ ഡാറ്റ സെറ്റ്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ലൈക്ക് SLM-കൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട്, സ്മാൾ ലാംഗ്വേജ് മോഡലുകൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത്തേത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിൽ, ലൈക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷനുള്ള സ്പേസ് ഉണ്ട്. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളുകളെ കൊല്ലാൻ പറ്റും. സ്കൂളുകളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കറൻറ്റ് വേ ഓഫ് ഓപ്പറേഷൻസിനെയാണ്. കറൻറ്റ് വേ ഓഫ് ഓപ്പറേഷൻ പൊതുവിൽ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിങ് ഒരു പ്രോക്സി സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് സ്കൂളിംഗ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. സ്കൂളിംഗ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ബേസിക്കലി വേണ്ടത്, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് ഭയങ്കരമായിട്ടും അപക്വമായിട്ടാണ് ജനിക്കുന്നത്. കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അപ്പോൾ ആ ധാരണ നൽകാനാണ് ഈ കുറച്ച് സയൻസ്, കുറച്ച് മാത്സ്, കുറച്ച് ലൈക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കുട്ടി ഇത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് എക്സാംസ് ആണ്, അല്ലെങ്കിൽ എക്സാംസ് ആർ പ്രോക്സീസ് ഫോർ ലേണിംഗ്. പക്ഷേ വെൻ എക്സാംസ് കംസ് ടു പിക്ചർ, ആൾക്കാർ എന്തായി മാർക്കിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്നു. പഠനം എന്നുള്ളത് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ഞാനൊരു 2 days ബാക്ക് ശശി തരൂരിൻ്റെ ഒരു വീഡിയോ കണ്ടു. പുള്ളി സ്കൂളിൽ സയൻസിൽ ടോപ്പറായിരുന്നു അത്രേ. അപ്പോൾ അദ്ദേഹം ഹ്യൂമാനിറ്റീസിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് സ്കൂൾ അധികൃതർ അദ്ദേഹത്തിൻ്റെ പാരൻസിനെ പോയി കണ്ടു. ശശി സ്കൂളിലെ ടോപ്പറാണ്, സയൻസിൽ ടോപ്പറാണ്, എന്നിട്ട് ശശി ഹ്യൂമാനിറ്റീസിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എന്നുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ പാരൻസ്, അണ്ടർസ്റ്റാൻഡിങ് പാരൻസ് ആണ്, സ്റ്റിൽ മൂപ്പരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നുള്ളത്. ആൻഡ് ഹിസ് റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടോപ്പറായത് ഐ നോ ഹൗ ടു ക്രാക്ക് എക്സാംസ്, അല്ലാതെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് മറന്നു പോകുന്നുണ്ട്, എനിക്ക് ആ ടോപ്പിക് എൻ്റെ ഹെഡിൽ നിൽക്കുന്നില്ല. പക്ഷേ ഹ്യൂമാനിറ്റീസ് അങ്ങനെയല്ല, സോഷ്യൽ സ്റ്റഡീസ്, ഹിസ്റ്ററി, ഇതൊന്നും അങ്ങനെയല്ല. അതെനിക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് ഐ പ്രിഫർ ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വർക്ക് ആവുക അതാണെന്നുള്ള ഒരു ചിന്ത അതുണ്ട്. അപ്പോൾ മാർക്കിന് പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമിനേഷൻ സിസ്റ്റം,
ഫാക്ടറി മോഡൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. അതായത് കൊല്ലത്തിൻ്റെ അവസാനം അസംബ്ലി ലൈനിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്ന എക്സാമിനേഷൻ സിസ്റ്റം. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മോഡലിൻ്റെ അല്ലെങ്കിൽ അഗൈൻ ഫാക്ടറി മോഡലിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഓരോ വ്യക്തിയെയും ഹ്യൂമൻ ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ AI കാലത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് മനുഷ്യൻ എന്ത് വാല്യൂസിനാണോ നിലനിൽക്കുന്നത് ആ വാല്യൂസിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരും എന്നുള്ളതാണ്. ഇപ്പം ഹരാരിയുടെയൊക്കെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃഷി മനുഷ്യനെ കീഴടക്കിയതാണ്, അല്ലാതെ മനുഷ്യൻ കൃഷിയെ കീഴടക്കിയതല്ല. കാരണം അതുവരേക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നിരുന്ന മനുഷ്യന്മാർ ഭക്ഷണത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കൃഷിയുടെ വിജയമാണോ, ഗോതമ്പിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പുള്ളി പറയുന്നത്, അത് ഗോതമ്പിൻ്റെ വിജയമാണോ അത് മനുഷ്യൻ്റെ വിജയമാണോ എന്ന് ചോദിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വി ആർ ടു മച്ച് നമ്മുടെ ഡെയിലി ലൈഫിനെ നിലനിർത്താൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, അങ്ങനെ നമ്മളെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്തപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള വാല്യൂസിൽ നമുക്ക് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. 9 to 5 ജോബിന് പോകുന്ന ആൾക്കാർക്ക് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല, അടുത്ത ജനറേഷൻ കുട്ടികൾ അവരെ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടതില്ലാത്ത ഒരു കാലം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ കുറച്ചും കൂടെ ഹ്യൂമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അഗൈൻ ഇതൊരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ആണ്. ഐ തിങ്ക് നമുക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിത്തിങ് നമുക്ക് ലൈഫിൽ എണീറ്റിട്ട് ആ ദിവസം തുടങ്ങാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഒപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ കാണുക എന്നുള്ളതാണ്. കാരണം വാട്ട് എവർ ടെക്നോളജി ചേഞ്ചസ് ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഇതൊക്കെ നമ്മളെ ലൈഫിനെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം ഞാൻ ഏതെങ്കിലും OpenAIയുടെ സാം ആൾട്ട്മാൻ്റെ ഏജൻ്റായിട്ട് ഇവിടെ വന്നതല്ല. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത്തരം മാറ്റങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന മാറ്റങ്ങളുമല്ല. ദ ഒൺലി തിങ് വി ക്യാൻ ഡു ഈസ് നമുക്ക് ഇതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ NVIDIAയുടെ CEO റീസെൻ്റ്ലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചേർത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും അവരുടെ കസ്റ്റംസ്, കൾച്ചർ, ട്രഡീഷൻസ് ഇതൊക്കെ കോഡിഫൈ ചെയ്യണം, ഇതൊക്കെ AIക്ക് നൽകണം, ആ ഡാറ്റാ സെറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ എഗെയിൻ ഇതിൻ്റെയൊക്കെ ഡാറ്റാ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എഡ്യൂക്കേഷനെ പൊളിക്കാമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഡ്യൂക്കേഷനെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ തന്നെ CBSE ഓപ്പൺ ബുക്ക് എക്സാംസ് ഒക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു പടിയും കൂടെ അപ്പുറത്തേക്ക് പോകണം. ആ പടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ എക്സിസ്റ്റിംഗ് ഫ്രെയിം വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ബ്രേക്കർ അപ്ലൈ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയാം. അതായത് നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവൻ്റെ ക്ലാസ്സിലെ ആവറേജ് കുട്ടിയുടെ പേസിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള കരിക്കുലത്തിൻ്റെ സ്പീഡിലാണ് അവൻ പോവേണ്ടി വരുന്നത്. അപ്പോൾ അവൻ്റെ ബ്രില്യൻസ് പുറത്തെടുക്കാനുള്ള സ്കോപ്പൊന്നുമില്ല. അവൻ എത്ര തന്നെ ബ്രില്യൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോർമലി അവനെ സ്പീഡ് ബ്രേക്കർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അത്ര സ്പീഡിലൊന്നും പോകണ്ട. അത് ഇതേ അവസ്ഥകൾ റോട്ടിലൊന്നും ആലോചിച്ച് നോക്കി, എല്ലാവരും അങ്ങനെ കുറേ സ്പീഡിലൊന്നും പോകണ്ട, എല്ലാം ഒരു ആവറേജ് ഒക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് ബേസിക്കലി നമ്മുടെ സ്കൂളിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇന്ന് ഭയങ്കര സ്കോപ്പുള്ളൊരു കാര്യമാണ്. ആൻഡ് സ്പെസിഫിക്കലി ഇന്ത്യ പോലെയുള്ള ഒരു നാട്ടിൽ നമുക്കറിയാം നമ്മൾ ലോകത്തിലെ ബെസ്റ്റ് ടെക് ടാലൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി, ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ ഒരു പ്രഥം സർവേ അങ്ങനെ എന്തോ ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാൻ കഴിയാത്ത ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരു എലീറ്റ് ക്ലാസ് എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഒരു മാസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മീഡിയോക്കർ എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പേഴ്സണലൈസേഷൻ്റെ എലമെൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ മുൻപ് ഇങ്ങനെ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പൈസ സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ആൾക്കാർക്കിടയിൽ സിമിലാരിറ്റി അല്ലല്ലോ, വലിയ വ്യത്യാസങ്ങളുണ്ട്, വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പൈസയുള്ള ഒരാൾ, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഒരു 100 crore ഒക്കെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ, അയാളുടെ കുട്ടിക്ക് എന്ത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും ഇനിയുള്ള കാലത്ത് കൊടുക്കുക എന്നുള്ള ഒരു ചോദ്യം. അയാൾ നാട്ടിലെ ഏറ്റവും നല്ല സ്കൂളിലായിരിക്കും ചേർക്കുക? ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. സി, ഇഫ് യു ഹാവ് ദാറ്റ് മണി പവർ, ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ബയോളജി വരെ ആൾട്ടർ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വെട്ടിയിട്ട് ചിലപ്പോൾ അയൺമാൻ്റെ ടൈപ്പ് കൈ വെക്കാനൊക്കെ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് പലർക്കും എന്താ പറയുക, ഇമോഷണലി ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ്. അതായത് പടച്ചോൻ തന്നതല്ലേ ഇതൊക്കെ, അപ്പോൾ അതാണ് ഇപ്പോഴും വലുതെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ ചിന്തിക്കുക, പടച്ചോൻ തന്നതല്ലേ ഈ ബുദ്ധിയൊക്കെ, ഈ ബുദ്ധി എന്നല്ല മനുഷ്യന്മാർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതാണോ വലുത് ഇതാണോ വലുത് എന്നുള്ള ചോദിക്കുമ്പോൾ അവർക്കൊരു കോൺഫ്ലിക്റ്റ് വരും. അത് നമ്മളെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന
മനുഷ്യൻ്റെ ഫിസിക്കൽ എബിലിറ്റിയുടെ ലിമിറ്റേഷൻസിന് പുറത്തു പോകാൻ കഴിയുന്ന, ഒരു പക്ഷേ നമ്മൾ മനുഷ്യൻ്റെ മാക്സിമം ഏജ് എന്ന് വിശ്വസിക്കുന്ന ബാരിയർ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന സൂപ്പർ ഹ്യൂമൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ടെക്നോളജി ഇന്ന് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലത്തേക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എക്കാലത്തെയും ഒരു ടോപ്പ് ലെവൽ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു കാലത്തേക്ക് ലോകം മാറും. പക്ഷെ ഒരിക്കലും അതൊരു ഭയങ്കര മോശം സിനാരിയോ ആകുമെന്ന് കരുതരുത്. സാധാരണക്കാരന് അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റ് കിട്ടും, അൺലിമിറ്റഡ് ഗെയിംസ് ഉണ്ടാവും, ഫണ്ട് ഉണ്ടാകും, ഫുഡ് ഉണ്ടാകും. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ കോൺട്രിബ്യൂട്ടിംഗ് ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എത്രമാത്രം റോൾ ഉണ്ടാകും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഹരാരി സാപ്പിയൻസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ലോകത്തൊരു യൂസ്ലെസ് ക്ലാസ് രൂപപ്പെടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്, സ്പെസിഫിക്കലി തേർഡ് വേൾഡ് കൺട്രീസിൽ. റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല, നമുക്ക് റോൾ ഉണ്ടാവില്ല. ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു പീരീഡാണെന്ന്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ചരിത്രത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ വർഷം ആമസോൺ പോലെയുള്ള ഒരുപാട് കമ്പനികൾ ലേ ഓഫുകൾ നടത്തിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, ഒപ്റ്റിമിസ്റ്റുകൾ പറഞ്ഞു, എന്ത് ഇവരൊക്കെ സീനിയർ ലെവൽ ആൾക്കാരാണ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളത്, അവരിപ്പോൾ തന്നെ ബാക്കിയുള്ള കമ്പനികൾ കൊത്തിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡാറ്റ പറയുന്നുണ്ട് അതിലൊരു 60-70% ആൾക്കാർക്ക് ഇപ്പോഴും പുതിയ ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവരെ സാക്ക് ചെയ്ത കമ്പനികൾ ആ ജോബിലേക്ക് ഇവരെക്കാളും വേതനം കുറഞ്ഞ ആൾക്കാരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിൻ്റെ സ്കെയിലിനെ ഡൗൺ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈവൻ ഗവൺമെൻറ് ഡൗൺ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിൽ ഭയങ്കര ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൈവേഴ്സിറ്റി അംഗീകരിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ അംബേദ്കറുടെ ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ ആൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയുക, ഒരു കൺവീനിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈക്വൽ അല്ല എന്ന് അംഗീകരിക്കാൻ പോയാൽ അതിനൊക്കെ എഗെയിൻസ്റ്റ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഏറ്റവും ഈസിയസ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. നമുക്കറിയാം നമ്മൾ ഓരോ ഹൗസ് ഹോൾഡും ഡിഫറൻ്റ് ആണ്, ഓരോ സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആണ്, റീജിയണലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡിഫറൻസുകൾ അംഗീകരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസോഴ്സ് വേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂസിവിറ്റിയുടെ ഒക്കെ പുതിയ ഡെഫിനിഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലം കൂടിയായിരിക്കും ഇനിയുള്ള എമേർജിങ്. അതായത് വാട്ട് എവർ ഹ്യൂമൻ, ആ വാല്യൂസിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാലം വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു പോസിറ്റീവ് സിനാരിയോ പറയാം. അപ്പോൾ എമേർജിങ് മാർക്കറ്റ്സിൽ ഞാൻ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. അത് അർബൻ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യുന്നതിലാണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ ഡിസൈൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഈവൻ ഇന്ത്യ ഒരു അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നാടാണെങ്കിൽ അവിടെ ഒക്കെ ടെക്നോളജി യൂസ് ചെയ്യാം. പക്ഷെ അത് എത്ര മാൻ പവർ റീപ്ലേസ് ചെയ്യുന്നുള്ളത് അഗെയിൻ ചോദ്യമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, വിമാനത്തിൽ പൈലറ്റ് പറയുമല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ കുലുക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ എന്ന് പറയുന്ന പോലെ, നിങ്ങളോട് എനിക്കൊരു സജഷൻ പറയാനുള്ളത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടർബുലൻ്റ് ആയിട്ടുള്ള ടൈംസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ക്ലോസ് വാച്ചിൽ നിങ്ങൾക്കത് വാച്ച് ക്ലോസ്ലി നിങ്ങൾക്കത് കാണാൻ പറ്റും. അതായത് ഭയങ്കരമായിട്ടുള്ള ടർബുലേഷൻസ് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്ന് കാം ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ കാം ആകുന്ന പോയിന്റിൽ നമുക്ക് പുതിയ സോഷ്യൽ കോൺട്രാക്റ്റുകൾ വേണ്ടി വരും. ഗവൺമെൻറ്റും സിറ്റിസൺസും എക്സിസ്റ്റ് ചെയ്യുന്നതിന് പുതിയ റൂൾസ് വേണ്ടി വരും. അത്തരം സിസ്റ്റംസ് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ ലോകം വീക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കുറച്ച് നേരത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എടുക്കാം. ഓക്കെ, ഹലോ. ഈ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം? പ്രത്യേകിച്ച് NEP ഒക്കെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പാവപ്പെട്ടവർ വീണ്ടും എഡ്യൂക്കേഷനിൽ എത്താനുള്ള ആ ഗ്യാപ്പ് വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എങ്ങനെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം? അതെന്തെങ്കിലും ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ലൈക്ക് ഞാനൊരു എടെക് കമ്പനി റൺ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പൈസ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് കുറച്ചും കൂടെ ബെറ്റർ കസ്റ്റമർ എന്ന് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് എല്ലാ കമ്പനികളുടെയും കേസ് സ്റ്റഡി ഇങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സ് പലപ്പോഴും, കാരണം അവർ മനസ്സിലാക്കും, അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളും, റിക്വയർമെൻറ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരായിരിക്കും. ഒരു അത്ര തന്നെ അഫോർഡബിലിറ്റി കുറഞ്ഞ കസ്റ്റമേഴ്സ് പലപ്പോഴും ഒരുപാട് പ്രോബ്ലം മേക്കേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ സൊല്യൂഷൻസ്, പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ പ്രീമിയം ക്ലയൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ ഒരു ബിസിനസ് ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും റവന്യൂ വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഗവൺമെൻറ് നീഡ് ടു സ്റ്റെപ്പ് അപ്പ്. സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണം.
ഒരുപാട് കൂടുതൽ ടീച്ചേഴ്സ് വേണം. ആൻഡ് ഐഡിയലി എന്താ പറയുക, ഇപ്പോൾ +2-ലൊക്കെ 60 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള റേഷ്യോ ഒക്കെ ആയിരിക്കും. അതൊക്കെ നല്ലോണം കുറയണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ടീച്ചർമാർ കരിക്കുലം ട്രാൻസാക്ടേഴ്സ് ആയിട്ട് ഇനി നിലനിൽക്കേണ്ട ആവശ്യമില്ല. കാരണം കരിക്കുലം ടീച്ചേഴ്സിനേക്കാൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന ടെക്നോളജി സിസ്റ്റംസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുക. വിർച്വൽ റിയാലിറ്റി പോലെയുള്ള ടെക്നോളജികൾ നമുക്ക് നന്നായിട്ട് ലെവറേജ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി സ്കൂളിലൊന്നും പഠിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്നത്തെ സ്കൂളുകൾ സെർവ് ചെയ്യാത്ത ഒരു കാര്യമാണ് ആ കുട്ടിക്ക് എന്താ പറയുക, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് അബദ്ധങ്ങൾ ചെയ്ത് പഠിച്ച് കുട്ടി കയറി വരണമെന്ന് ചിന്തിക്കരുത്. ടീച്ചേഴ്സ് അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, കഥകൾ പറയുക, ആ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസുകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. അതൊക്കെ ഒരു ബെറ്റർ ഇൻഡിവിജ്വലിനെ ക്രിയേറ്റ് ചെയ്യും. ലേണിംഗ് എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇന്ന് ഒരുപാട് ടെക്നോളജി ഉണ്ട്. പക്ഷേ ഒരു ഹ്യൂമൻ എന്നുള്ള പാർട്ടിൽ നമ്മൾ ഹ്യൂമൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ ഒരുപാട് പുതിയ ഡൊമൈനിലേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഉമർ, ആദ്യമായിട്ട് ആൾ കുഡോസ് ടു യു ഫോർ സച്ച് എ ടാൻഡലൈസിങ് ടോക്ക്, വെരി ടാൻഡലൈസിങ്. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഹെൻറി ഫോർഡിൻ്റെ മാസ് പ്രൊഡക്ഷൻ സ്കൂളിംഗ്, അതായത് അസംബ്ലി ലൈൻ സ്കൂളിംഗ്, അതിനെതിരായിട്ട് എങ്ങനെ ഒരു ആൻറ്റി ഡോട്ട് ആവാനായിട്ട് ജനറേറ്റീവ് എയ്ക്ക് എന്തുമാത്രം സ്കോപ്പുണ്ട്? നിങ്ങൾ പറഞ്ഞ മാതിരി കസ്റ്റമൈസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് ഓരോ കുട്ടിയുടെയും ടാലൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സിലബി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എങ്ങനെ കസ്റ്റമൈസ്ഡ് സിലബി ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ജനറേറ്റീവ് ചെയ്യാൻ ഓരോ വ്യക്തിയെയും, അംബേദ്കർ പറഞ്ഞല്ലോ എല്ലാം ഈക്വലാണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ താങ്കൾ പറഞ്ഞാൽ ശരി, എങ്ങനെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, അൺലൈക്ക് ദ അസംബ്ലി ലൈൻ പ്രോസസ് വിച്ച് ഈസ് നൗ പ്രിവൈലിംഗ്. ഓക്കെ ഷുവർ. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അംബേദ്കർ ആക്ച്വലി പറഞ്ഞത് ഓൾ ആർ നോട്ട് ഈക്വൽ എന്നാണ്. ആൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നുള്ളത് നമ്മൾ കൺവീനിയൻസിന് വേണ്ടി പറയുന്നതെന്നുള്ള പറഞ്ഞത്. മീൻസ് എല്ലാ ഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ജനറേറ്റീവ് എ ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് എഡ്യൂക്കേഷനിൽ ചെയ്യുക എന്നുള്ളത്, ഈ ജനറേറ്റീവ് എ ഐൻ്റെ ബേസിക് ബിഹൈൻഡ് ടെക്നോളജി അറിയുന്ന ആൾക്കാരുണ്ടാവും. ലാർജ് ഡാറ്റാ സെറ്റ്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എ ഐ സിസ്റ്റംസ് ആണ്. അപ്പോൾ അധ്യാപകർ ഇതിനെ പ്രോപ്പറായിട്ട് ലെവറേജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ, ഞാൻ അത് നേരത്തെ പറഞ്ഞു, എക്സാം എന്നുള്ള പ്രോക്സിയെ നമുക്ക് പിക്ചറിൽ നിന്ന് ഒഴിവാക്കാം, എന്നിട്ട് ഔട്ട്കം ബേസ്ഡ് സ്കൂളിങ്ങിലേക്ക് കൊണ്ടുവരാം. താങ്കൾ പറഞ്ഞ മാതിരി ഇവിടെ മലയാളത്തിൽ ഒരു സ്മാൾ ലാംഗ്വേജ് ഇതില്ല, മോഡൽ ഇല്ല, ആ ഡേറ്റ സെറ്റ് ഇല്ല, ലാക്ക് ചെയ്ത്. എക്സാക്ട്ലി. അപ്പോൾ അതിന് താങ്കളെ പോലുള്ള ആൾക്കാരാണ് ഡേറ്റ സെറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത്. ജനറേറ്റ് ചെയ്തിട്ട് ഒരു കേരള സ്പെസിഫിക് ChatGPT, കേരള സ്പെസിഫിക് ജനറേറ്റീവ് വരണം. അപ്പോൾ അതുവരെ നമ്മൾ താങ്കൾ പറയുന്ന മാതിരി ബയാസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പാരഡൈം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ താങ്കളെ പോലുള്ളവർ ഇത് ജനറേറ്റ് ചെയ്യുമെന്ന് ഉറപ്പിക്കാമോ? ഓക്കെ, അതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രോബ്ലം ആണ് നീ ആസ് എൻ ഓണ്ടർപ്രണർ സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഓണ്ടർപ്രണർ അല്ല. സോ അത് ഈ ഒരു യൂസ് കേസ് മാത്രമാണ് ഞാൻ സോൾവ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഗോൾസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ജനറൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഹ്യൂജ് സ്കോപ്പ് ഉണ്ട്. ഞാൻ എഗെയിൻ മുൻപൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിൽ വളരെ കുറവാണ്, മലയാളത്തിലൊന്നും തീരെ ഇല്ല. അപ്പോൾ ജനറേറ്റീവ് എ ഐ വെച്ചിട്ട് നമുക്കൊരു 1000 സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. കുട്ടികളെ യൂസ് ചെയ്തിട്ട് കൊളാബറേറ്റീവ് അപ്രോച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് ഈ സയൻസ് ഫിക്ഷൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻസിന് പുറത്തേക്ക് തിങ്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ശരിയാണ്. അതുകൊണ്ടാണ് എലൻ മസ്ക് ചെറുപ്പത്തിൽ ക്രേസി ആയിരുന്നു, സയൻസ് ഫിക്ഷൻ ക്രേസി ആയിരുന്നു. അയാൾ ഈ ലോകത്ത് സയൻസ് ഫിക്ഷൻ മാതിരി ആക്കുകയാണ്. എല്ലാവരും, അതായത് വണ്ടർഫുൾ ഐഡിയ, മേക്ക് എസ് ഓഫ് ഇന്ത്യൻ ഹിന്ദി ബെൽറ്റിലുള്ള ഹിന്ദി SF വരണം, അല്ലെങ്കിൽ മലയാള SF വരണം. ഇതിലെന്താന്ന് വെച്ചാൽ ഈ സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാഹിത്യങ്ങൾ കുറവാണെന്നുള്ളത് ഒരു പക്ഷേ നമ്മളെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും. അതായത് നമ്മളൊന്നും ചിന്ത നമ്മുടെ ഇമ്മീഡിയറ്റ് നൈബർഹുഡിൻ്റെ അപ്പുറത്തേക്ക് പോവാത്തതിൻ്റെ ഒരു കാരണം അതാ. കാരണം ജെഫ് ബേസോസിൻ്റെ ഒരു ആത്മകഥ ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി 10ാം ക്ലാസ്സിലെ വാലിഡിറ്ററി ഫംഗ്ഷന് പറയുന്നത്, ഫ്രണ്ട്സിനോട് പറയുന്നതേ, നമുക്ക് സ്പേസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് സൈൻ ഓഫ് ചെയ്യുന്നത്. നമ്മളോ കൂൾ ബാറിൽ വെച്ച് കാണാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചിന്ത നമുക്ക് പോയിട്ടുണ്ടാവില്ല. ഇത് എന്താ വെച്ചാൽ പുള്ളിയുടെ ലൈഫിൽ
മസ്കിൻ്റെ ലൈഫിൽ, അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട ഇന്ന് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ലൈഫിൽ സയൻസ് ഫിക്ഷൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം അത് മാത്രമാണ് നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് മാറിയിട്ട് നമ്മളൊരു മറ്റൊരു ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ. കാരണം നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് യാത്ര ചെയ്യാണല്ലോ. ഇപ്പോൾ സംതിങ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നിന്ന് മാത്രം നമ്മൾ ഇൻസ്പിറേഷൻ എടുത്താൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടാവില്ല. അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഫൈ പോലെയുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ വരെ ചിന്തിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ സിവിലൈസേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് ഇത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സൈഫൈ സംഭവങ്ങളുടെയൊക്കെ ഒരു പ്രസൻസ് ആണ്. ഇപ്പോൾ മലയാളത്തിൽ LLM യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്തരം സൈഫൈ പുസ്തകങ്ങളും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളൊരു ചെറിയ രീതിയിൽ. കൊളാബറേറ്റീവ് അപ്രോച്ചിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇനിഷ്യേറ്റീവുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയപരിമിതി കാരണം അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഐ തിങ്ക് നമുക്കിപ്പോൾ ക്ലോസ് ചെയ്യാം, ടൈം അപ്പ് ആയിട്ടുണ്ട്, കാരണം അടുത്ത ആൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറയുന്നത് നമുക്ക് ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാൻ എപ്പോഴും ഓപ്പൺ ആണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു വെതർ ഫോർകാസ്റ്റർ മാത്രമാണ്. അതായത് ഒന്നും ഞാൻ ഉണ്ടാക്കുന്ന സാധനമല്ല. ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ്, ഇന്ന് ലോകത്ത് ഇത്തരം ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്തരം മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ബിസിനസ് ഗോൾസ് ഉണ്ട്. ഞാനത് എൻ്റെ ഭാഗത്ത് തന്നെ പറയാം. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മതിയാകില്ല നാളെ നമുക്ക് സർവൈവ് ചെയ്യാൻ എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്താണ്, ഇന്ന് ഇതൊക്കെ ലെവറേജ് ചെയ്യും, നാളെ എന്താണോ പുതിയത് അതിനെ ലെവറേജ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ക്ലോസ്ലി പുതിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഐ എൻജോയ് ദിസ് അറ്റൻഷൻ. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും 99% ആൾക്കാർ ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചൊരു റോള് കിട്ടും. സോ ഐ എൻജോയ് ദാറ്റ് ആൾസോ. സോ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരു സജഷനായിട്ട് പറയാനുള്ളത്, അപ്ഡേറ്റ് യുവർ സെൽഫ് ഓർ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. ഓക്കെ, താങ്ക് യു.